ഹലോ ഗൈസ്, എല്ലാവർക്കും എയർജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടരും സിനിമ ഭയങ്കര വലിയൊരു ചരിത്രം സൃഷ്ടിച്ച് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ തുടരുവിൻ്റെ ഒരു റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് ആ ഒരു ആവേശത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പോയതാണ്. ഓക്കെ, അതിൻ്റെ കിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം തുടരും കണ്ടു. ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണും. അത്തരത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഈ ഒരു പതിറ്റാണ്ടിൽ തന്നെ ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയാണ് തുടരും. അപ്പോൾ എന്തായാലും തുടരും സിനിമയുടെ ഒരു സക്സസ് ടീസർ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങുന്ന ഈ ഒരു ട്രെയിലർ സക്സസ് ട്രെയിലറാണ് കേട്ടോ. അപ്പം ആ ഒരു അത്തരത്തിലുള്ള ട്രെയിലറൊന്നും അങ്ങനെ വകവയ്ക്കാറില്ല. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും എൻ്റെ മോനെ തിയേറ്ററിൽ കണ്ട അതേ രോമാഞ്ചൊക്കെ ഇവിടെ കിട്ടി. അതുകൊണ്ട് അതൊന്ന് റിയാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തുടരുവിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് കണ്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, സ്പോയിലേഴ്സ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ ഒരു ട്രെയിലറിൽ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ സിനിമ ഭൂരിഭാഗം പേരും ഒക്കെ തുടരും തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞു. ഇനി കാണാനായിട്ടുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ, വലിയ ഒരു തിയേറ്ററിൽ, നല്ല കിടിലൻ ഒരു തിയേറ്ററിൽ പോയിട്ട്, കൂടുതൽ ആളുകളൊക്കെ കൊള്ളിക്കുന്ന രീതിയിലുള്ള തിയേറ്ററിൽ പോയിട്ട് ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. സോ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ട്രെയിലർ പോലും കാണാതെ നിങ്ങൾ പോവുക, ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി സിനിമയിലെ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ അന്ന് വായും പൊളിച്ചിരുന്ന് കണ്ട ആ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ കണ്ട എക്സ്പീരിയൻസ്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. എന്നിട്ട് അതിനകത്തുള്ള ഓരോ സീൻ ബൈ സീൻ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. റെഡി? സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ശരിക്കുള്ള ഷൺമുഖം എന്താണ്? ബെൻസ് എന്ന് വിളിക്കും. വണ്ടി കൊടുക്കാൻ പറ്റില്ല സാറേ. രാവിലെ പട്ടി ഷോ കാണിച്ച നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോറ് വല്ലതും പറ്റിയോ ബെൻസേ? കമ്പത്തേക്ക് അധികം ദൂരമല്ല ജോർജ് സാറേ. എന്റെ മോനെ, ഈ സീനൊക്കെ ഉണ്ടല്ലോ, അതൊരു വൻ സാധനമായിരുന്നു. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. പ്രകാശ് വർമ്മ വില്ലനൊക്കെ ഒരു രക്ഷയില്ല. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേരെ മറ്റേ വീട് കാട് കയറിയത്. കാട് കയറിയണം. നീയൊക്കെ കേൾക്കും. അമ്മോ, ഈ സീൻ, ഈ ചാടി വരുന്ന സീനുണ്ടല്ലോ, ഓർക്കുമ്പോ ഇപ്പോഴും രോമാഞ്ചം. എം രഞ്ജൻ, അരുൺമൂർത്തി, ജെക്സ് ബിജോയ് കത്തിക്കുവാണ്, അക്ഷരാർത്ഥത്തിൽ കത്തിക്കുവാണ്. മോഹൻലാൽ, മോഹൻലാൽ തുടരും. റണ്ണിങ് സക്സസ്ഫുള്ളി എന്നല്ല, അതൊരു 1.5 റണ്ണാണ് കേട്ടോ എൻ്റെ പൊന്നെ. ഇപ്പം തുടർച്ചയായിട്ട് 5 കോടിക്ക് മുകളിലാണ് തുടർച്ചയായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ ഉറപ്പിക്കാലോ, കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടേ കളം വിടൂ, അങ്ങനെ കളം വിടാവൂ. ഇത്തരത്തിലുള്ള പടമൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന ഒരു സാധനമാണ്. തിയേറ്റർ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ട്രെയിലറിൽ കാണിച്ച സീൻസിൻ്റെയൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ആദ്യം ഇറങ്ങിയ ആ ഒരു ഫാമിലി ഡ്രാമയുടെ ആ ഒരു ട്രെയിലർ ഉണ്ടല്ലോ, അതും കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഇമാതിരി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അത് വാക്കുകളില്ലാത്ത സാധനമാണ് കേട്ടോ. ശരിക്കും ഫസ്റ്റ് ഷോട്ട് തുടരുവിൻ്റെ ആ ഒരു മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന സാധനം, ഒരു ഒറ്റയാൾ നിന്നിട്ട് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം അവിടെ നിന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഒരു ഫാൻ ബോയ് മൊമെന്റ് എന്ന് പറയുന്നത്, ഒരു FDFന് കയറിയിട്ട് ഒരു ഫാൻ ബോയ് മൊമെന്റ് കിട്ടുമല്ലോ, ആ സംഭവം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം. പിന്നെ അങ്ങോട്ട് ഒരൊറ്റ കയറ്റമാണ് പീക്കിലേക്ക്. തരുൺമൂർത്തിയോട് ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ എത്ര താങ്ക്സ് പറഞ്ഞാലും അത് മതിയാവത്തേ ഇല്ല. ശരിക്കും ഞാൻ വിചാരിച്ചത് എമ്പുറാൻ എന്ന സിനിമ ഒരു ഫാനിന്, മോഹൻലാൽ ഫാനിന് തന്ന ആ ഒരു ഹൈയിൽ നിന്ന് തുടരും കാണുമ്പോഴത്തേക്ക്, ആദ്യം തുടരുമാണ് ആദ്യം റിലീസ് ചെയ്യാനായിട്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് അതൊരു റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. തുടരും കണ്ടിട്ട് എമ്പുറാൻ കാണുമ്പോഴത്തേക്കാണ് ആ ഹൈ കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എന്നെ തെറ്റിച്ച് ആ ഒരു എമ്പുറാൻ കണ്ടിട്ട് തുടരും കണ്ടപ്പോഴത്തേക്കാണ് ശരിക്കും ആ ഒരു ഹൈ എനിക്ക് അവിടെ കിട്ടിയത്. ശരിക്കും തരുൺമൂർത്തി എന്ന ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ് കേട്ടോ. സിനിമ
നീളം നമ്മുടെ ഒരു രണ്ടാമത്തെ വാച്ചിൽ ശ്രദ്ധിച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഡയറക്ടർ ബ്രില്യൻസിന്റെ അയ്യൊരു കളിയാണ്, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് പോലും. ഓക്കെ, എന്തായാലും അതും ഞാനിപ്പം പറയാൻ പോകുന്നില്ല, കാരണം അത് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ സ്പോയിലേഴ്സ് ആയി പോകും. ഡയറക്ടർ ബ്രില്യൻസിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില പോയിന്റ്സ് പോലും ശ്രദ്ധിച്ചിരിക്കുന്നത് അത് തരുണിന് എത്ര പ്രശംസിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ്. ഡയറക്ടർ ബ്രില്യൻസിന്റെ അയ്യൊരു കളിയാണ് തുടരും. പൊളിയാണ് കേട്ടോ, സിനിമ പൊളിയായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെയിലറിലെ കട്ട്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യജാതി സാധനമാണ്. ഒരു ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ രോമൊക്കെ ഇങ്ങനെ എണീറ്റ് ഡാൻസ് കളിക്കുന്ന രീതിയാണ് കേട്ടോ. അത് ഇനി എത്ര പ്രാവശ്യം കാണാൻ പറ്റുമോ അത്രയും പ്രാവശ്യം തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ ഒന്നും കൂടി കാണണം. ഒന്നും കൂടി അല്ല, എത്ര പ്രാവശ്യം കാണാൻ പറ്റും അത്രയും പ്രാവശ്യം കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ഫസ്റ്റ് റിവ്യൂവിൽ പറയാതിരുന്ന ഒരു പേരെന്ന് പറയുന്നത് പ്രകാശ് വർമ്മ എന്ന വില്ലൻ, ഈ സിനിമയിലെ ജോർജ് സാർ. എൻ്റെ മോനെ, ഇങ്ങനെയാണ് ഞാൻ ആദ്യം സിനിമ കണ്ടിറങ്ങിയിട്ട് ആദ്യം തപ്പിയ വ്യക്തി. ഇതാരാണ് എന്നുള്ളതാണ് കേട്ടോ. ഒരു പുതുമുഖമാണ്, ഇതിനു മുമ്പ് സിനിമയിലെങ്ങും അഭിനയിക്കാത്ത ഒരാളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി, ശരിക്കും ഞെട്ടി. എടാ, ഈ യജാതി അഭിനയോടെ ലാലേട്ടനുമായിട്ട് ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ. അതായത് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഒരു സിനിമയിൽ ഒരു നായകൻ എത്രത്തോളം സ്ട്രോങ് ആവണം എന്ന് നിശ്ചയിക്കുന്നത് വില്ലന്റെ ശക്തിയാണ്. ഒരു വില്ലൻ എത്രത്തോളം പവർഫുൾ ആവുന്നോ ആ വില്ലനെ മറികടക്കുമ്പോഴത്തേക്കുമാണ് ആ നായകന്റെ സ്ട്രെങ്ത് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വില്ലനെ നായകൻ മറികടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. ജോർജ് സാർ, പ്രകാശ് വർമ്മ എന്ന വില്ലൻ തകർത്താടിയിട്ടുണ്ട്. എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത രീതിയിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും കിടിലം വില്ലൻ. പൊളിയായിരുന്നു. ഇടയ്ക്ക് ഈ ഒരു ട്രെയിലറിൽ പറയുന്നതാണെങ്കിൽ ഇത് എന്റെ കഥയാടാന്ന് പറയുന്ന രീതിയിൽ ആ സീനൊക്കെ കൊണ്ടുപോകുന്ന പീക്കിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, അത് പൊളിയായിരുന്നു. അത് വേറെ ലെവൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ സമയത്ത് ലാലേട്ടന്റെ ഒരു നോട്ടമുണ്ട്, നമ്മുടെ ലൂസിഫർ സിനിമയ്ക്കകത്ത് മറ്റേ എന്റെ പിള്ളേരെ തൊടുന്നോടോ എന്ന് ചോദിച്ചിട്ട് നോക്കുന്ന ഒരു നോട്ടം ഉണ്ടല്ലോ, അതേ മൊമെന്റ്, അതേ ലെവൽ ഒരു ഫാൻ ബോയ് മൊമെന്റ് സമ്മാനിച്ച ഒരു നോട്ടം ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ തന്ന ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടോ, അത് പറയാം. ഇപ്പോഴും എനിക്ക് ഞാനിങ്ങനെ വാചാലനായിക്കൊണ്ടേ ഇരിക്കും. അത്തരത്തിലുള്ള സീനൊക്കെ ഇങ്ങനെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും, ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ. നമ്മുടെ ലാലേട്ടൻ, നമുക്ക് ഒരുപാട് നാളായിട്ട് നമുക്ക് മിസ്സായിരുന്ന ആ ഒരു ലാൽ മാജിക് തിരിച്ചു കിട്ടിയത്. അതും ഒരു പക്ക കൊമേഴ്ഷ്യൽ പടത്തില് അവിടെ അഭിനയിച്ച് തകർക്കുമായിരുന്നു ലാലേട്ടൻ. ഇതിനകത്ത് കരഞ്ഞ് നമ്മുടെ ടോയ്ലറ്റിൽ വീഴുന്ന ഒരു സീനുണ്ട് കേട്ടോ. ആ സീനൊക്കെ എൻ്റെ പൊന്നെ യജാതിയാണ്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഓരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുവാണ് ആക്ടിങ്ങിൽ. അതൊക്കെ പുള്ളിക്ക് മലയാളത്തിൽ മോഹൻലാലാണ് അത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ടുവരാൻ വേറെ ആർക്കും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ആ ഒരു ലാൽ മാജിക്, വർഷങ്ങളായിട്ട് മിസ്സായിരുന്ന ആ ഒരു ലാൽ മാജിക്കിൽ തിരികെ കൊണ്ടുവന്ന പടമാണ് തുടരും. എൻ്റെ മോനെ, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ ശരിക്കും പറഞ്ഞാൽ എന്റെ ചങ്ക് പറിച്ച ഒരു സിനിമയാണ് തുടരും എന്ന് പറഞ്ഞാൽ. അത് ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും തന്ന ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ മാത്രമല്ല, ലാലേട്ടൻ്റെ പെർഫോമൻസ് കൂടി കൊണ്ട് പുള്ളി കരഞ്ഞാൽ നമ്മളും കരഞ്ഞു പോകുന്ന രീതിയിൽ പുള്ളിയുടെ ആക്ടിങ് കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അത്രയ്ക്ക് സന്തോഷം കൊണ്ട് പുള്ളി അതിനകത്ത് സങ്കടപ്പെട്ട് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുമായിരുന്നു. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ രണ്ട് കണ്ണു നിറയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് എനിക്ക് തുടരും എന്ന സിനിമ സമ്മാനിച്ചിട്ടുള്ളത് കേട്ടോ. അത് ലാലേട്ടൻ ഒരു രക്ഷയില്ല, മാസിന് മാസ്. അത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള മാസം കേട്ടോ. ഇതിനകത്ത് മറ്റേ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സീൻ ബിൽഡ് ചെയ്യുക അല്ല ചെയ്യുന്നത്. അത് സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു മാസ് സംഭവം കാണിക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടെ കൊടുക്കടാ, അല്ലെങ്കിൽ അത് അവിടെ വേണം എന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ, അത് തുടരും എന്ന സിനിമ തന്നിട്ടുണ്ട്. അത് പൊളിയാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു പോലീസ് സ്റ്റേഷനകത്ത് സംഭവം ഒരു മതയാന കയറി മെതിച്ചിട്ട് പോകുന്ന കണക്കത്ത് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ആ ഒരു ജനലിൽ കൂടെ ചാടി വരുന്ന ആ ഒരു സംഭവം കിട്ടുമ്പോൾ എൻ്റെ മോനെ ചുറ്റും ഉള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കണക്കാണ്. പിന്നെ ഒന്നും കാണത്തില്ല. ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഒറ്റയാണെന്നുള്ള ആ ഒരു അത്തരത്തിലുള്ള ആ ഒരു ക്യാരക്ടറൈസേഷൻ അത് കിടിലിനാക്കി തരുൺമൂർത്തി മോഹൻലാലിലൂടെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കിടിലിനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ അടുത്തൊന്നും ഒരു സിനിമയും കണ്ടിട്ട് കിട്ടാത്ത ഒരു സാറ്റിസ്ഫിക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ദൃശ്യവും പുലിമുരുകനും ഒരുമിച്ച് കണ്ടിട്ട് ഇറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു തുടരും കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. ഞാൻ ഏതൊക്കെ വീഡിയോസ് കണ്ടു, ഏതോ ഒരു ലാലേട്ടൻ ഫാനൊക്കെ തിയേറ്ററിന്റെ മുമ്പിൽ കിടന്ന് തുള്ളുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിൽ അങ്ങനെ ആയിരുന്നു സംഭവം. ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ കിടന്ന് തുള്ളുമായിരുന്നു. അത്തരത്തിലൊരു സാധനമാണ്, അത്തരത്തിലൊരു സാറ്റിസ്ഫിക്കേഷൻ ആണ് തുടരും എന്ന സിനിമ എനിക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ജെക്സ് ബിജോയ്, എൻ്റെ മോനെ കത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറിൽ തന്നെ നിങ്ങൾ കണ്ടല്ല കേട്ടല്ല, ആ സാധനം നമുക്ക് ആ ഒരു സീൻ, ഓരോ സീൻ ബൈ സീൻ നമുക്ക് ഇന്റർവൽ സീനിലൊക്കെ തരുന്ന ഒരു ഹൈ ഉണ്ട്. ജെക്സ് വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് മാത്രം തരുന്ന ഒരു ഹൈ ആണത്. എൻ്റെ പൊന്നെ, അതൊക്കെ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതൊക്കെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവന്മാരാണ് ഏറ്റവും ഭാഗ്യവാൻ. ആ ഒരു ഭാഗ്യവാന്മാരിൽ ഒരാളാണ് ഞാൻ കേട്ടോ. സാധാരണ ഒരു ട്രെയിലറും കണ്ടിട്ട് പോയിട്ട് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ട്, ആ സാധനം തിയേറ്ററിൽ കാണുമ്പോഴേക്കും
ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ പിന്നെ ഏത് ഷോയിൽ കണ്ടാലും കിട്ടത്തില്ല. അങ്ങനെ ഫസ്റ്റ് ഷോ ആ ഒരു ട്രെയിലറും കണ്ടിട്ട് പോയി കണ്ടവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിലാണ്. ദൃശ്യം, പുലിമുരുകൻ, അതേ കണക്ക് ദൃശ്യം 2, ലൂസിഫർ, ഇതൊക്കെ മേലെ ഒരു സാറ്റിസ്ഫിക്കേഷൻ തുടരുമെന്ന് എനിക്ക് തരാനായിട്ട് സാധിച്ചു. അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു കേട്ടോ. ലൂസിഫറും ഞാൻ ഫസ്റ്റ് ഷോ മിസ്സാക്കിയ ഒരു സാധനമായിരുന്നു. സംഭവങ്ങളെല്ലാം ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൂസിഫർ പോയി കണ്ടത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ കുറവൊന്നും. ആ സിനിമ ഒന്നും മോശമൊന്നുമല്ല കേട്ടോ. അതൊക്കെ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമയാണ്. പലരും പൃഥ്വിരാജിനെ ഡയറക്ഷൻ പഠിപ്പിക്കാനായിട്ട് നടക്കുന്നതൊക്കെ ഞാൻ കുറേ പോസ്റ്റുകളിൽ കണ്ടു കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താടേ പ്രശ്നം? ലൂസിഫർ പോലെ ഒരു പടം എടുത്ത് വെച്ച ആളെയൊക്കെ എന്തിനാണ് ഡയറക്ഷൻ പഠിപ്പിക്കാനായിട്ട് നടക്കുന്നത്? ശരിയാണ്, എംബ്രാനിൽ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആ പോരായ്മകളൊക്കെ മാറ്റി അടുത്തൊരു കിടിലം പടം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഞാൻ എവിടെയൊക്കെ കേട്ടു. ലാലേട്ടനും പ്രത്യേകിച്ച് അടുത്തൊരു പടം വരുന്ന പോലെയൊക്കെ ചില കാര്യങ്ങൾ എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരട്ടെ. എന്തായാലും പൃഥ്വിരാജിന്റെ ഡയറക്ടറെ ഒന്നും ആരും ചോദ്യം ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ. എങ്കിൽ പിന്നെ അതിന് സമയം കാണും. നമുക്ക് ഓരോ പഴയകാല ഡയറക്ടറിനെയൊക്കെ ഇങ്ങനെ ഓരോ പടങ്ങൾ അല്ലെങ്കിൽ പഴയ പടം കണ്ടിട്ടൊക്കെ കമ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ അതിന് സമയം കാണത്തുള്ളൂ. അതൊക്കെ വെറും ചുമ്മാ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തരുൺ മൂർത്തി ആൻഡ് പൃഥ്വിരാജ്, 2 ഫാൻ ബോയ്സും കൂടെ ചേർന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് ഈ 2 സംഭവങ്ങൾ എമ്പുറാനും തുടരും വന്നത്. മോഹൻലാൽ ഫാൻസ് എല്ലാവരും ഒരുമിച്ച് 2 പേർക്കും നല്ല ഒരു ബിഗ് താങ്ക്സ് അതാണ് പറയാനായിട്ടുള്ളത്. രണ്ടും ഒരു ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ 2 സിനിമകൾ എമ്പുറാനും തുടരും. ഒരു ലാലേട്ടൻ ഫാനിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് മിസ്സായിട്ടിരുന്ന ചില തിയേറ്റർ എക്സ്പീരിയൻസുകളും അതേ കണക്ക് ലാലേട്ടൻ്റെ മാസ്റ്റർ പീസ് സംഭവങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് മിസ്സായിരുന്ന സാധനങ്ങളൊക്കെ ഈ 2 മാസത്തിൽ തന്നെ കിട്ടി എന്നുള്ളതിൽ വളരെയധികം ഹാപ്പിയാണ്. അപ്പം എന്തായാലും ഇനിയും നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഞങ്ങളുടെ ലാലേട്ടൻ തുടരും. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ